നമ്മുടെ കാർഷിക മേഖലയിൽ കശുമാവ് കൃഷിയുടെ പ്രാധാന്യം ശ്രദ്ധേയമാണ്. എന്നാൽ ആഭ്യന്തര ഉപയോഗത്തിൻ്റെ 50% മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു കാലാവസ്ഥയിലാണ് കശുമാവ് കൃഷി വികസന ഏജൻസി അത്യുൽപാദന ശേഷിയുള്ളതും ഉയരം കുറഞ്ഞതുമായ കശുമാവിൻ്റെ കൃഷി പ്രചാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിലൂടെ തന്നെ കശുമാവ് കൃഷി വികസിപ്പിക്കുക എന്നത് മാത്രമല്ല, കർഷകന് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മലയാളത്തിൻ്റെ മരക്കൂട്ടങ്ങളിൽ ഫലസമൃദ്ധിയുടെ നിറച്ചാർത്തുരുക്കുന്ന കശുമാവ് നമ്മുടെ മണ്ണിൽ വേര് പടർത്താൻ തുടങ്ങിയ ചരിത്രത്തിന് ഏതാണ്ട് 6 ദശകത്തോളം പഴക്കം. മണ്ണൊലിപ്പ് തടയുന്നതിനും വൻതോതിലുള്ള കടൽക്കാറ്റ് നിയന്ത്രിക്കുന്നതിനുമായി AD 1563 1578 പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കശുമാവിനെ ഒരു മുഖ്യ നാണ്യവിളയായി വികസിപ്പിച്ചെടുത്ത് വ്യാപകമായ കൃഷിരീതിക്ക് തുടക്കമിട്ടത് കേരളീയരാണെന്ന് കാണാം. 1927 കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തനം ആരംഭിക്കവേ കശുവണ്ടി ഉൽപ്പാദന മേഖലയിലെ വൻ സാമ്പത്തിക ലാഭം നേടിത്തരുന്ന ഒരു വ്യാവസായിക സംരംഭത്തിനും നാന്ദി കുറിച്ചു. എന്നാൽ കാലഗതിയിൽ വന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തെ കശുവണ്ടി ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷിയും തോട്ടണ്ടി ഉൽപ്പാദനവും ഉണ്ടായിരുന്ന കേരളം കൃഷിയിൽ 6ാം സ്ഥാനത്തേക്കും തോട്ടണ്ടി ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് ആവശ്യമായ മൊത്തം തോട്ടണ്ടിയുടെ 50% ഉൽപ്പാദനം മാത്രം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരവേ തോട്ടണ്ടിയുടെ ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടതായും വന്നു. ഇതേറെ പ്രതിസന്ധിയിലാക്കിയത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന 300ഓളം വരുന്ന അംഗീകൃത കശുവണ്ടി ഫാക്ടറികളെയും അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 ലക്ഷത്തിൽ പരം വരുന്ന തൊഴിലാളികളെയുമായിരുന്നു. കശുവണ്ടി മേഖലയിലെ ഈ ദുരവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി 2007 നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി പ്രവർത്തനം ആരംഭിച്ചു. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി ലാഭകരമായ കശുമാവ് കൃഷിക്കായുള്ള സാങ്കേതിക ജ്ഞാനം, ഗ്രാഫ്റ്റ് തൈകളുടെ വിതരണം മുതൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് വരെ കർഷകർക്ക് നൽകിപ്പോരുന്നു. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടുകൂടി കഴിഞ്ഞ 5 വർഷമായി 20,000 ഹെക്ടർ സ്ഥലത്ത് കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 27 കോടി രൂപയാണ് അത്തരത്തിൽ സബ്സിഡി ഇനത്തിലും മറ്റ് ചെലവുകൾക്കുമായി ഈ സ്ഥാപനം ചെലവാക്കിയത്. സംസ്ഥാന ഗവൺമെൻറ്റും പദ്ധതി ഇനത്തിൽ 18.5 കോടി രൂപയോളം ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ചും 5000 ഹെക്ടർ സ്ഥലത്തും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്തും കശുമാവ് കൃഷി വികസനം സാധ്യമാക്കാം എന്നുള്ളതാണ് ഏജൻസിയുടെ പദ്ധതിയുടെ കാര്യം. ഏതാണ്ട് 10ലേറെ തരത്തിൽപ്പെടുന്ന കശുമാവിൻ ഗ്രാഫ്റ്റ് തൈകളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ പഠനത്തിന് വിധേയമായിട്ട്, ശാസ്ത്രീയ പഠനത്തിന് വിധേയമായിട്ടാണ് ഇവ തയ്യാറാക്കപ്പെട്ടത്. കേരള കാർഷിക സർവകലാശാലയിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായി വളർച്ചാരീതി, പുഷ്പിക്കുന്ന സമയം, ഉൽപാദനക്ഷമത, തോട്ടണ്ടിയുടെ സ്വഭാവം എന്നിവയിൽ വൈവിധ്യം പുലർത്തുന്ന മുന്തിയ ഇനം കശുമാവിനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്തു. കുറഞ്ഞ ഉയരത്തിൽ വളരുന്ന അത്യുൽപാദന ശേഷിയുള്ള ഇവ തൊടിയിലും തോട്ടത്തിലും യഥേഷ്ടം വളർത്താനും കഴിയുന്നു. ഒരു മരത്തിൽ നിന്നും ഒരു വർഷം ഏകദേശം 8 കിലോഗ്രാം കശുവണ്ടിയുടെ ലഭ്യത, കശുവണ്ടിപ്പരിപ്പിന്റെ ഗുണവും കൂടുതൽ തൂക്കവുമൊക്കെ ഈ ഇനങ്ങളുടെ പ്രത്യേകതയാണ്.
കശുമാവ് കൃഷിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് പുതിയ കശുമാവിനങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള കശുമാവിനങ്ങൾ കൂടുതലായി കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി കശുമാവ് ഇനങ്ങൾ ഏതാണ്ട് 17 ഇനങ്ങൾ കശുമാവ് കൃഷിക്കായി കേരളത്തിലേക്ക് കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ 11ഓളം ഇനങ്ങൾ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. 5 ഇനങ്ങൾ ആനക്കയം ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. അതുപോലെ ഒരു ഇനം തമിഴ്നാട്ടിൽ നിന്നുള്ള വൃതാജലം 3 എന്ന ഒരു നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. ഈ ഇനങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് അനുകൂലമായ ഇനങ്ങളാണ്. അപ്പോൾ ഈ 17 ഇനങ്ങളിൽ ഏതാണ്ട് 11 എണ്ണവും സങ്കര ഇനത്തിൽപ്പെട്ട കശുമാവിനങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ നിയന്ത്രിതമായ വളർച്ചയാണുള്ളത്. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം തൈകൾ നടുമ്പോൾ വളരെ വലുതായിട്ട് 8-10 സെൻറ്റ് എടുക്കുന്ന ആ രീതിയിലായിരുന്നു മരങ്ങൾ വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഈ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുടെ ഒട്ടുതൈകൾ നിയന്ത്രിതമായ വളർച്ചയാണ്. ഇപ്പോൾ നമുക്കൊരു 20-25 അടി മാത്രമേ അതിൻ്റെ ഹൈറ്റ് വരുള്ളൂ. 23,240 ഹെക്ടർ സ്ഥലത്തേക്കാവശ്യമായ 2 മുതൽ 3 ടൺ വരെ ഉൽപാദനക്ഷമതയുള്ള 40ഓളം അത്യുൽപാദന ശേഷിയാർന്ന കശുമാവ് ഗ്രാഫ്റ്റുകൾ ഇതിനോടകം കർഷകരിലേക്ക് എത്തിക്കാൻ കശുമാവ് വികസന ഏജൻസിക്ക് കഴിഞ്ഞു. അധികം പടരാത്തതും പൊക്കം കുറഞ്ഞതും അത്യുൽപാദന ശേഷിയുള്ളതും 3 വർഷത്തിനകം കായ്ക്കുന്നതുമായ കശുമാവ് ഇനങ്ങളാണ് KSAC വഴി കർഷകർക്ക് വിതരണം ചെയ്തു വരുന്നത്. കൃഷിച്ചെലവിൽ തുച്ഛവും വരുമാനത്ത് ഉയർന്നതുമാണ് കശുമാവ് കൃഷി. ഇന്നത്തെ കൂലിച്ചിലവും ഉൽപ്പാദനോപാധികളുടെ വിലയും വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ആദ്യ വർഷം കൃഷി ചെയ്യുവാൻ ഒരു കർഷകന് ചിലവാകുന്ന രൂപ 60 മുതൽ 70 രൂപയാകുന്നുള്ളൂ. 2ാം വർഷം മുതൽ അത് പരിചരണത്തിനായി അയാൾക്ക് ചിലവാകുന്ന തുക 20 മുതൽ 30 രൂപയും. അതായത് 1 കിലോ തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുവാൻ കൃഷിക്കാരന് ചിലവാകുന്ന 3ാം വർഷം പരിചരണത്തിനായി ചിലവാകുന്ന തുക 13 രൂപയും 4ാം കൊല്ലം മുതൽ 9 രൂപയും മാത്രം. പാഴ്മണ്ണിലെ കൽപ്പവൃക്ഷമായ കശുമാവിന് KSAC സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകുന്നുണ്ട്. കർഷകർക്ക് ഒരു ഹെക്ടറിന് 20,000 രൂപ, അതായത് ഒരു ഹെക്ടറിൽ 200 മരങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ കണക്ക്. 200 മരങ്ങൾ എന്നുള്ള കണക്ക് നോക്കുമ്പോൾ ഒരു മരത്തിന് 100 രൂപ സബ്സിഡി. അത് 3 ഗഡുക്കളായി 3 വാർഷിക തവണകളായി ഏജൻസി നൽകും. 7 മുതൽ 9 ഗ്രാം വരെ തൂക്കമുള്ളതും കീടരോഗബാധ ഏൽക്കാത്തതുമായ വിത്തണ്ടികളാണ് സ്റ്റോക്ക് തൈകൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കേണ്ടത്. മാർച്ച് മാസത്തിൽ സീഡ് നട്ടുകൾ കളക്ട് ചെയ്യുന്നു. അത് ഉണക്കി സൂക്ഷിച്ചിട്ട് വെയിറ്റ് കൂടിയ നട്ട്സ് മാത്രം സെലക്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് 25 × 15 സെൻറ്റിമീറ്റർ 300 ഗേജ് തിക്നെസ് ഉള്ള പോളിത്തീൻ കവർ എടുത്തിട്ട് അതിൽ 1:1:1 എന്ന അനുപാതത്തിൽ മണ്ണ്, ജൈവവളം, മണൽ ഇവ ചേർത്ത് നിറയ്ക്കുന്നു. ഈ കാഷ്യൂ നട്ട് പറങ്കിമാവിൻ പഴവുമായിട്ട് ചേരുന്ന ഭാഗം മുകളിലേക്കുള്ള ഡയറക്ഷൻ വരാൻ തക്കവണ്ണം പാകുന്നു. അതിനുശേഷം 1 മാസത്തെ വളർച്ചയാകുമ്പോഴത്തേക്കും ഇത് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അത്യുൽപാദന ശേഷിയുള്ള ഇനത്തിൽപ്പെട്ട മാതൃവൃക്ഷങ്ങളിൽ നിന്ന് 3 മുതൽ 5 മാസം വരെ പ്രായമുള്ളതും തവിട്ട് നിറത്തോടുകൂടിയ പാർശ്വശാഖകൾ ഒട്ടുകമ്പ് അഥവാ സയോണായി ഉപയോഗിക്കാം. സ്റ്റോക്ക് തൈകളുടെ തണ്ടിന്റെ മധ്യഭാഗത്ത് 4 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ പിളർപ്പുണ്ടാക്കി അതിൽ ആപ്പിന്റെ രൂപത്തിൽ വെട്ടിപ്പാകപ്പെടുത്തിയ ഒട്ടുകമ്പ് ഇറക്കി വെച്ച് പോളിത്തീൻ നാട കൊണ്ട് മുറിപ്പാടുകൾ ഇറുക്കിക്കെട്ടണം. ഒട്ടിച്ച ഭാഗവും ഒട്ടുകമ്പും പൂർണ്ണമായും മൂടത്തക്കവണ്ണം നനച്ച ഒരു പോളിത്തീൻ ഉറകടത്തി മൂടിവെക്കണം.
ഒട്ടിപ്പ് വിജയിച്ച ഗ്രാഫ്റ്റുകൾ 2 ആഴ്ചയ്ക്ക് ശേഷം മുള പൊട്ടവേ പോളിത്തീനുറകൾ നീക്കം ചെയ്യാം. കർഷകർക്ക് ചിലവ് കുറഞ്ഞതും എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കൃഷിയാണ് ഈ കശുമാവ് കൃഷി. പ്രത്യേകിച്ചും ഈ ഡോർഫ് ഇനത്തിൽപ്പെട്ട സങ്കര ഇനത്തിൽപ്പെട്ട കശുമാവ് കൃഷി. മഴ ലഭിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളാണ് കശുമാവ് നടാൻ ഏറ്റവും അനുയോജ്യമായത്. 1 മീറ്റർ വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് നടാനായി ഒരുക്കേണ്ടത്. ശാസ്ത്രീയമായ കൃഷിരീതിയിൽ 7 മീറ്റർ × 7 മീറ്റർ അകലമാണ് വേണ്ടത്. അതായത് ചെടികൾ തമ്മിലും വരികൾ തമ്മിലും 7 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. തൈ നടാനായി എടുക്കുന്ന കുഴിയുടെ 3/4 ഭാഗത്തോളം ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് കൊണ്ട് നിറയ്ക്കണം. ഇങ്ങനെ നിറച്ച കുഴികളിൽ 200 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും 10 കിലോഗ്രാം കമ്പോസ്റ്റും ചേർത്ത് ഇളക്കി മണ്ണിനെ ഫലഭൂയിഷ്ടിയുള്ളതാക്കണം. തുടർന്ന് നമുക്ക് കുഴിയുടെ മധ്യഭാഗത്ത് തൈ നടാവുന്നതാണ്. 6 മാസം പ്രായമായ ഗ്രാഫ്റ്റ് തൈകളാണ് നടാനായി തിരഞ്ഞെടുക്കുന്നത്. ഈ തൈ ഇരിക്കുന്ന പോളിത്തീൻ ബാഗ് കീറി മാറ്റി വേരുകളോട് ചേർന്നിരിക്കുന്ന മണ്ണിന് ഇളക്കം തട്ടാതെ കുഴിയുടെ മധ്യഭാഗത്തായി ഗ്രാഫ്റ്റ് നടേണ്ടതാണ്. ഗ്രാഫ്റ്റ് തൈ നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ തൈയുടെ പോളിത്തീൻ നാട അഴിച്ചു മാറ്റണം. അധികം കാറ്റുള്ള പ്രദേശങ്ങളാണെങ്കിൽ തൈകൾക്ക് ഊന്നു കൊടുക്കണം. തൈകൾക്ക് പുത കൊടുക്കണം. പുത ഇടുന്നത് വഴി മണ്ണിൽ അധിക ഈർപ്പം നിലനിൽക്കുകയും ചുവട്ടിൽ കളകളുടെ അധിക വളർച്ച ഇല്ലാതാക്കുകയും ചെയ്യും. കശുമാവ് ഗ്രാഫ്റ്റ് നട്ട് ആദ്യ വർഷം മുതൽ തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പരിചരണ മുറയാണ് പ്രൂണിംഗ് അഥവാ കൊമ്പുകോതൽ. ഇപ്രകാരം കൊമ്പുകോതൽ നടത്തുന്നതിനായി കശുമാവ് ഗ്രാഫ്റ്റ് നട്ട് ആദ്യ 3 വർഷം വരെ 1 മീറ്റർ വരെ ഒരു ഉപശാഖകളും ഉണ്ടാകാൻ അനുവദിക്കാതെ കശുമാവ് ഗ്രാഫ്റ്റിനെ ഒറ്റത്തടിയായി വളരാൻ അനുവദിക്കണം. ഇപ്രകാരം പ്രൂണിംഗ് ചെയ്യുന്നതിലൂടെ കശുമാവ് തൈക്ക് ശാസ്ത്രീയമായ ഒരു ആകൃതി കൈവരിക്കുകയും തത്ഫലമായി സൂര്യപ്രകാശം മരത്തിൻ്റെ എല്ലാ ഭാഗത്തും ലഭിച്ച് വിള കൂടുതൽ ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നു. ആദ്യ 2 വർഷങ്ങളിലുണ്ടാകുന്ന പൂങ്കുലകൾ മുറിച്ചു മാറ്റണം. 3-ാം വർഷം മുതലേ തൈകൾ കായ്ക്കാൻ അനുവദിക്കാവൂ. മറ്റ് വിളകളെപ്പോലെ തന്നെ നല്ല വിളവ് കിട്ടണമെങ്കിൽ കശുമാവിനും ആവശ്യാനുസരണം വളം ചേർക്കണം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ അടങ്ങിയ രാസവളങ്ങളും ജൈവവളങ്ങളും പ്രയോഗിക്കാം. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കശുമാവ് കൃഷിക്ക് ജൈവവള പ്രയോഗം ചെയ്യുന്നത്. അതിനായി നമുക്ക് ജൈവവളങ്ങളുടെ ഒരു മിശ്രിതം തന്നെ നമുക്ക് കശുമാവ് ഗ്രാഫ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം. അതിനായി നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, കോഴിവളം ഇവയുടെ ഒരു മിശ്രിതം ഏകദേശം കശുമാവ് ഗ്രാഫ്റ്റുകളുടെ ചുവട്ടിൽ നിന്നും 50 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ അകലത്തിൽ 4 സൈഡും ചാലുണ്ടാക്കി അതിൽ ഈ കമ്പോസ്റ്റ് ഇട്ട് മൂടി നമുക്കിങ്ങനെ ഒരു 3 വർഷം വരെ നമുക്ക് ഈ ജൈവവള പ്രയോഗം ചെയ്യാവുന്നതാണ്. തൊണ്ട്, വേഗമലിയുന്ന ജൈവവസ്തുക്കൾ, ചാണകലായനി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന മണ്ണിര കമ്പോസ്റ്റും വിളസമൃദ്ധിക്ക് വളരെ ഫലപ്രദം തന്നെ. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കർഷകർക്ക് ജൈവ രീതിയിൽ കശുമാവ് കൃഷി വ്യാപനം നടത്തുന്നതിൻ്റെ ഭാഗമായി 3 ഇനം കമ്പോസ്റ്റുകളാണ് നടത്തി വരുന്നത്. അതിൽ പ്രധാനമായും മണ്ണിര കമ്പോസ്റ്റ്, സാധാരണ കമ്പോസ്റ്റ്, EM കമ്പോസ്റ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് മണ്ണിര കമ്പോസ്റ്റിനാണ്. അതായത് ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 15,000 യൂണിറ്റോളം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2010-2011 സാമ്പത്തിക വർഷം മണ്ണിര കമ്പോസ്റ്റ് നൽകിയിട്ടുള്ളതാകുന്നു. കൂടാതെ ഇപ്പോഴും ഈ പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് വളരെയേറെ വില ലഭിക്കുന്നതും പ്രാധാന്യമുള്ളതുമാകുന്നു. കശുമാവിൽ കീടാക്രമണം മൂലം 30 മുതൽ 50% വരെ വിളനഷ്ടം സംഭവിക്കാറുണ്ട്. തേയിലക്കൊതുകും 4 സെൻറ്റിമീറ്റർ നീളമുള്ള വണ്ടായി മാറുന്ന തണ്ടുതുരപ്പൻ പുഴുവുമാണ് കശുമാവിനെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങൾ. തേയിലക്കൊതുകുകൾ നീരുറ്റി കുടിക്കുന്നത് മൂലം തളിരിലകൾ, പൂങ്കുലകൾ, പച്ചയണ്ടികൾ എന്നിവ കരിഞ്ഞുണങ്ങും. കശുമാവിൽ ഏകദേശം 30% മുതൽ 50% വരെ വിളനാശത്തിന് കാരണമാകുന്ന
കീടമാണ് തേയിലക്കൊതി. ജൈവ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കുന്നതിന് 50% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാവുന്നതാണ്. വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കുന്നത് 50 മില്ലി വേപ്പെണ്ണ, 5 ഗ്രാം ബാർ സോപ്പ്, 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ നേർപ്പിച്ചുണ്ടാക്കുന്ന ലായനി നമുക്ക് കശുമാവിൻ്റെ എല്ലാ ഭാഗത്തും വീഴുന്ന തരത്തിൽ തളിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ഈ തേയിലക്കൊതിയെ നിയന്ത്രിക്കാവുന്നതാണ്. തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണത്തിന് വിധേയമായ മരങ്ങളുടെ ചുവട്ടിൽ പശ പോലുള്ള ദ്രാവകം ഒഴുകി വന്ന് ഉറച്ച് കട്ടിയാകുന്നത് കാണാം. തടി കാർന്ന് തിന്നുന്നത് മൂലമുണ്ടാകുന്ന കോശക്ഷയത്താൽ ഇലകൾ മഞ്ഞളിച്ച് ശിഖരങ്ങൾ ഉണങ്ങി മരം അപ്പാടെ നശിച്ചു പോവുകയും ചെയ്യും. കീടനാശിനി പ്രയോഗത്തിന് മുൻപായി കേടുവന്ന ഭാഗം മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെത്തി പുഴുവിനെ പുറത്തെടുത്ത് നശിപ്പിക്കുകയാണ് ആദ്യപടി. ഇങ്ങനെ കണ്ടെത്തുന്ന മരം ആ ഭാഗം വൃത്തിയാക്കി എടുത്തിട്ട് 0.5% വീര്യമുള്ള കാർബാറിലും നല്ല പശപ്പുള്ള 1.5 കിലോ ചെളിയും ചേർത്ത് ഒരു മിശ്രിതമാക്കി അഫക്റ്റ് ചെയ്ത ഭാഗത്ത് പുരട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ജൈവ രീതിയിൽ ഇതിനെ പരിചരിക്കാൻ ബോർഡോ പേസ്റ്റും 5% വീര്യമുള്ള വേപ്പെണ്ണയും ചേർത്ത് ഇതിനെ പുരട്ടി പരിചരിച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഉയരമുള്ള മരങ്ങളോ കെട്ടിടങ്ങളോ നിലനിർത്താനാകാത്ത ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുകൾ പോകുന്ന സ്ഥലങ്ങൾ ഈ കശുമാവ് കൃഷിക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. പവർ ഗ്രിഡിൻ്റെ താഴെയുള്ള ഒരു ഭൂപ്രദേശമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് വീടൊന്നും വെച്ച് താമസിക്കാൻ കഴിയില്ല. അപ്പം ഈ ഭൂമി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ കൃഷി ചെയ്യുന്ന സലാവുദ്ദീൻ എന്ന കർഷകനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കശുമാവ് കൃഷിയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു അധികം ഉയരമില്ലാത്ത കൊച്ചു കശുമാവാണ്. ഇതെന്താണ് ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള കാര്യം? ഇതിൻ്റെ അടിയിൽ വലിയ ഉയരത്തിലുള്ള വൃക്ഷങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. ഇത് വളരെ ഉയരത്തിൽ പോകുന്ന വൃക്ഷമല്ല പറഞ്ഞാൽ. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഇത് ആദായം കിട്ടുന്ന ഒരു ഇതും കൂടെയാണ്. ഈ കൃഷി ചെയ്യുന്ന കർഷകന് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങും. വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ പോലും ഇന്ന് കശുവിൻ്റെ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഏജൻസികളും ഉണ്ട്. കശുമാവ് കൃഷി വികസന ഏജൻസി പദ്ധതിയുടെ പ്രഥമ ഘട്ടത്തിൽ തന്നെ കുളത്തുപുഴ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനെ 31 ഹെക്ടർ സ്ഥലത്താരംഭിച്ച കശുമാവ് കൃഷിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ലഭിച്ചത് 4.5 ലക്ഷം രൂപയായിരുന്നു. 2007 കാലഘട്ടത്തിൽ കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ സഹായത്തോടു കൂടി ഇവിടെ ഹൈ ടെൻഷൻ ലൈൻസ് പാസ് ചെയ്യുന്ന അതിൻ്റെ ലൈനിൻ്റെ കീഴിലുള്ള വെറുതെ ഐഡിയലായിട്ട് കിടന്ന സ്ഥലത്ത് കശുമാവിൻ തൈകൾ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇത് അന്ന് ഡ്വാർഫ് വെറൈറ്റി, അതായത് ഉയരം കൂടാത്ത ഇനം ഹൈ വെറൈറ്റി ഹൈ ക്വാളിറ്റി കശുമാവിൻ തൈകളാണ് അന്നിവിടെ നട്ടു വളർത്തിയിട്ടുള്ളത്. ഇത് ഈ നട്ടു വളർത്തിയത് മൂലം ഇത് വളരെ ഐഡിയലായിട്ട് കിടന്നിരുന്ന ഒരു ലാൻഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ആദായം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 31 ഹെക്ടറോളം സ്ഥലത്ത് ഈ കശുമാവിൻ തൈകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ കമ്പനിക്ക് ഈ ഇനത്തിൽ നിന്ന് വരുമാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. കശുമാവ് തോട്ടത്തിലെ ഇടവിള കൃഷി മുഖ്യവിളയായ കശുമാവിൽ നിന്നുള്ള വിളവ് കിട്ടുന്നതുവരെ നല്ല വരുമാനം ഉറപ്പാക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഇടവിള കൃഷി ചെയ്യുന്നത് വഴി കർഷകന് അധിക വരുമാനം കശുമാവിൽ നിന്ന് ലഭിക്കുന്നതിൽ ഉപരിയായി അധിക വരുമാനം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആദ്യകാലങ്ങളിൽ സൂര്യപ്രകാശത്തിനും മണ്ണ് ഇളക്കത്തിനും ഇടവിള കൃഷി നല്ലതാണ്. ഇടവിള കൃഷിയായിട്ട് ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇതുപോലെ വെജിറ്റബിൾ പച്ചക്കറികൾ എന്നിവ നട്ട് പരിപാലിക്കാവുന്നതാണ്. കശുമാവ് കൃഷി വികസന ഏജൻസി നടത്തുന്ന അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തേനീച്ച വളർത്തൽ. ഏജൻസി കർഷകർക്ക് പരിശീലനവും തേനീച്ച യൂണിറ്റുകളും സൗജന്യമായി നൽകുന്നു. കശുമാവിൻ തോട്ടങ്ങളിൽ തേനീച്ച വളർത്തൽ നടത്തുന്നത് വഴി കശുവിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. അതുമൂലം കർഷകർക്ക് നല്ല വരുമാനം ലഭിക്കുന്നു. അതുകൂടാതെ തേനീച്ച വളർത്തലിൽ നിന്നും കർഷകർക്ക് വരുമാനം ലഭിക്കുന്നു. മറ്റേതൊരു ഫലവർഗത്തേക്കോടൊപ്പമോ ഏകദേശം അതിനേക്കാളുമോ ഫലഭൂയിഷ്ടമായ ഒരു പഴവർഗ്ഗമാണ് കശുമാങ്ങ. ഇതിൽ നിന്നും ഉണ്ടാക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കശുമാങ്ങ സിറപ്പ്, ജാം, സ്ക്വാഷ്,
അച്ചാർ, ക്യാൻഡി, സോഡ തുടങ്ങിയവ. കശുവണ്ടി ഉൽപ്പാദനത്തോടൊപ്പം തന്നെ കർഷകർക്ക് അധിക വരുമാനം കിട്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. തോട്ടങ്ങളിലെയും തൊടികളിലെയും കശുമാവ് കൃഷിക്കൊപ്പം വീട്ടുമുറ്റത്തേക്കും വിദ്യാലയമുറ്റത്തേക്കും സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി പുത്തൻ കശുമാവിന തൈകളുമായി കടന്നു ചെല്ലുകയായിരുന്നു. കശുമാവിനങ്ങളെ വളർത്തുവാനുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. മഹിതമായ ആ കാർഷികാഭിമുഖ്യത്തിലൂടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിൻ്റെ പൂങ്കുലുകൾ വിരിയുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോളി ഹൗസ് നിർമ്മാണത്തിന് ധനസഹായം. മാവിന് ഹോർമോൺ ചികിത്സ. വിത്തിഞ്ചി ശേഖരിക്കാൻ നല്ല സമയം. കാർഷിക വാർത്തകൾ വിശദമായി. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി പോളി ഹൗസ് നിർമ്മാണത്തിന് ധനസഹായം ലഭിക്കും. 40 മുതൽ 400 ചതുരശ്ര മീറ്റർ വരെ അളവിൽ പോളി ഹൗസ് നിർമ്മിക്കുന്നതിന് ചെലവിന്റെ 50% വരെയാണ് ധനസഹായം ലഭിക്കുന്നത്. പോളി ഹൗസ് നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ സഹായം ലഭ്യമാകൂ. കൂടാതെ 100 മുതൽ 4000 വരെ ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പോളി ഹൗസിൽ ഏത് കൃഷി ചെയ്താലും 50% ആനുകൂല്യം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 047123300851. ആടുകളെ വിപുലമായ രീതിയിൽ വളർത്താൻ താൽപ്പര്യമുള്ളവരുടെ സംഗമം മൃഗസംരക്ഷണ വകുപ്പ് സംഘടിപ്പിക്കുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ആട് വളർത്തൽ, ഫാം രജിസ്ട്രേഷൻ, സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരണം, വിപണന സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ 4 ദിവസത്തെ പരിശീലനവും ഫാമുകൾ സന്ദർശിക്കാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 25-ന് മുൻപ് സീനിയർ വെറ്ററിനറി സർജനുമായി ബന്ധപ്പെടണം. വിളിക്കേണ്ട നമ്പർ 0476266013. മൊബൈൽ നമ്പർ 9645650411. കൊല്ലം വടക്കേവിള കൃഷിഭവനിൽ കായീച്ചയെ നിയന്ത്രിക്കുന്നതിനുള്ള മാമ്പഴക്കെണി വിൽപ്പനയ്ക്ക് എത്തി. താൽപ്പര്യമുള്ളവർ വടക്കേവിള കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. വെജിറ്റബിൾ ഇനിഷ്യേറ്റീവ് ഫോർ അർബൻ ക്ലസ്റ്റർ പദ്ധതി അനുസരിച്ച് തിരുവനന്തപുരം പള്ളിച്ചൽ സംഘമൈത്രിയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച കാർഷിക സെമിനാർ സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡയറക്ടർ ഡോക്ടർ കെ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ പച്ചക്കറി കൃഷിയെക്കുറിച്ചും ആധുനിക കൃഷി രീതികളെക്കുറിച്ചും കർഷകർക്കുള്ള സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ ഡോക്ടർ ആർദർ ജേക്കബ്, ഡോക്ടർ പീതാംബരൻ, ഡോക്ടർ കമല നായർ, പ്രൊഫസർ പി രഘുനാഥ്, CTCRIയിലെ ഡോക്ടർ ജയപ്രകാശ് എന്നിവർ മറുപടി നൽകി. സംഘമൈത്രിയിൽ നിന്നും 250ഓളം കർഷകരും പള്ളിച്ചൽ കൃഷി ഓഫീസർ ആന്റണി റോസ്, സംഘമൈത്രി ചെയർമാൻ ആർ ബാലചന്ദ്രൻ നായർ, MD M ജെയിംസ് എന്നിവരും സെമിനാറിൽ പങ്കെടുത്തു. നല്ല പച്ചക്കറി പാവയ്ക്കയും പയറും കീരയും പടവലവും അങ്ങനെ തുടങ്ങിയുള്ള വെണ്ടയും കത്തിരിയും വഴുതനയും മുളകും നടുന്നതിനുള്ള പ്രവർത്തനത്തിന് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുകയാണ്. എറണാകുളം വളയൻചിറങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 16 കർഷകർക്ക് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ധനസഹായം നൽകും.
25,000 രൂപ ചെലവിൽ കാലിത്തൊഴുത്ത് പൂർത്തിയാക്കിയ മൃഗാശുപത്രിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉപഭോക്താക്കളായിട്ടുള്ള കർഷകർ ജനുവരി 10 മുൻപ് വളയൻചിറങ്ങര മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു. കണ്ണിമാങ്ങ നന്നായി പിടിക്കുന്നതിന് ഹോർമോൺ ചികിത്സ ഉപകരിക്കും. കണ്ണിമാങ്ങ വിരിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നാഫ്തലിൻ അസറ്റിക് ആസിഡ് 30 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് സ്പ്രേ ചെയ്യണം. നാഫ്തലിൻ അസറ്റിക് ആസിഡ് വെള്ളത്തിൽ ലയിക്കുന്ന രൂപമല്ലെങ്കിൽ അല്പം ആൽക്കഹോളിൽ ലയിപ്പിച്ച് വെള്ളം കൊണ്ട് നേർപ്പിച്ച് സ്പ്രേ ചെയ്യാം. മാവിന് ചുവടിൽ പുകയ്ക്കുന്നതും മാവ് പൂക്കാനും കായ്ക്കാനും സഹായിക്കും. കണ്ണിമാങ്ങ വളർന്നു തുടങ്ങുന്നതോടെ നന തുടങ്ങണം. മുതിർന്ന മരങ്ങളിൽ കനത്ത വിളവിന് ഇത് ഉപകരിക്കും. പൂക്കളെയും പൂങ്കുലകളെയും കണ്ണിമാങ്ങകളെയും നശിപ്പിക്കുന്ന കീടങ്ങൾക്കെതിരെ സെവിൻ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ സ്പ്രേ ചെയ്താൽ മതി. തളിരിലകൾ വെട്ടുന്ന കീടവും ഈ സ്പ്രേ മൂലം നശിക്കും. ഗുണമേന്മ ഉറപ്പാക്കിയ കാരച്ചമീൻ വിത്തുകൾ വർക്കലയിലുള്ള അഡാക്കിന്റെ വിത്തുൽപാദന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി. ആവശ്യമുള്ള കർഷകർ അഡാക്കിന്റെ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9447900128. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കും സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കും വീട്ടമ്മമാർക്കും വേണ്ടി ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 2014 ജനുവരി മാസത്തിൽ വിവിധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. 2014 ജനുവരി 6, 7 തീയതികളിൽ താറാവ് വളർത്തലിലും 8, 9 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തലിലും 15, 16, 17 തീയതികളിൽ ഇറച്ചി കോഴി വളർത്തലിലും പരിശീലനം നൽകും. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048426244441. ഇഞ്ചി വിളവെടുപ്പ് തുടങ്ങാനും വിത്തിഞ്ചി ശേഖരിക്കാനും നല്ല സമയമാണിപ്പോൾ. കേടില്ലാത്ത വാരങ്ങളിൽ നിന്നും വിത്തിഞ്ചി ശേഖരിച്ച് മണ്ണും വേരും നീക്കി കുമിൾനാശിനിയിൽ മുക്കിവെച്ചാൽ കേടില്ലാതെ സൂക്ഷിക്കാം. ഡൈത്തേൻ M45 7 ഗ്രാം, മാലത്തയോൺ 2 മില്ലിലിറ്റർ എന്നിവ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ വിത്തിഞ്ചി അരമണിക്കൂർ കുതിർത്ത് വെക്കുക. തുടർന്ന് തണലിൽ നിരത്തി വെള്ളം വാർന്ന് നനവ് മാറ്റിയ ശേഷം സൂക്ഷിക്കണം. ജൈവ കൃഷിയാണെങ്കിൽ കുമിൾനാശിനിയും കീടനാശിനിയും പാടില്ല. പകരം ചാണകവെള്ളത്തിൽ മുക്കി തോർന്ന ശേഷം സൂക്ഷിക്കണം. ആവശ്യാനുസരണം കുഴിയെടുത്ത് അടിയിൽ മണലോ അറക്കപ്പൊടിയോ വിരിച്ച് ഇഞ്ചി അതിൽ നിരത്തുക. മണ്ണുമായി ബന്ധപ്പെടുത്താതെ പാണലിന്റെ ചില്ലകൾ അടിയിലും മുകളിലും നിരത്തുന്നത് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,600 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,700 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,100 രൂപ, കൊപ്ര ക്വിൻ്റലിന് 7,200 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 51,900 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,900 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 49,900 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 49,700 രൂപ, വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 50,200 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 7,300 രൂപ, തളിപ്പറമ്പ് 6,500 രൂപ, കാസർഗോഡ് 7,000 രൂപ. വെളിച്ചെണ്ണ. കണ്ണൂർ ക്വിൻ്റലിന് 11,133 രൂപ, കോട്ടയം 10,700 രൂപ, ആലപ്പുഴ 9,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33, 22.6, കൊച്ചി 33.2, 22.4, ആലപ്പുഴ 32.5, 22, പുനലൂർ 31.5, 22, തിരുവനന്തപുരം 34.4, 22.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. മതി. ഇതെന്താ ചേട്ടാ ഇത്ര കുറിച്ച്